ദൈവനാമത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത വചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെല്ലാ വിധത്തിലും സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഒരു ഭക്തനായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കാതെ തങ്ങളുടെ പദ്ധതികളോട് സഹകരിക്കണമെന്ന് വാദിക്കുന്ന ദാസ്യത്വം പരാജയമടഞ്ഞ ആത്മീക ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കാനായി തിരഞ്ഞെടുത്ത വേദഭാഗം യിരെമ്യാ പ്രവചന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രവാചകൻ ദൈവത്തിൻ്റെ ജനത്തെ ഉത്തേജിപ്പിക്കുന്നതായ ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വചനമാണിത്. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു വചനത്തെ കൊണ്ടുവരുമ്പോൾ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങാനായി പ്രതികൂലങ്ങളൊന്നും വകവയ്ക്കാതെ മുന്നോട്ടോടിയതായ ചില വ്യക്തികളെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഏറ്റവും ആദ്യം ഞാൻ ഓർക്കുന്നത് പുതിയ നിയമത്തിനകത്ത് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്ന സക്കായി എന്ന മനുഷ്യനാണ്. അവൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിനെ കാണാനായിട്ട് ഒരാഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം നിവർത്തിക്കാനായിട്ട് അവൻ മുന്നോട്ട് പോയെങ്കിലും അവൻ്റെ പൊക്കക്കുറവ് നിമിത്തം, അവൻ്റെ തടസ്സം നിമിത്തം അവന് യേശുവിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ സക്കായിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു തടസ്സം ഉണ്ടായിട്ടും ഈ സക്കായി തിരിഞ്ഞോടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ മുന്നോട്ടോടുകയാണ്. അവൻ മുന്നോട്ടോടി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി യേശുവിനെ കാണാനിരിക്കുകയാണ്. പിന്തിരിഞ്ഞോടുന്നത് പരാജയപ്പെട്ടവൻ്റെ ലക്ഷണമാണ്. യുദ്ധത്തിൽ തോക്കുമ്പോഴാണ് ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു സമൂഹം പിന്തിരിഞ്ഞോടുന്നത്. എന്നാൽ ജയാളിയായി ജയിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പ്രതികൂലങ്ങളെ കണ്ട് പിന്തിരിഞ്ഞോടുകയല്ല, മറിച്ച് അവൻ മുന്നോട്ടോടി അതിൽ വിജയം വരിക്കുക തന്നെ ചെയ്യും. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൽ നമ്മെ അലട്ടുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ നേരെ വീശിയടിക്കുന്നതായിട്ടുള്ള പ്രതികൂല കാറ്റുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്താണ്? യിരെമ്യാവ് പറയുകയാണ്, നീ കാലാളുകളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും. ദൈവത്തിൻ്റെ പൈതലെ, കൊച്ചു കൊച്ചു സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും കണ്ട് നീ അധൈര്യപ്പെട്ടു പോയാൽ നിനക്കെങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും? പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഗോലിയാത്ത് എന്ന മല്ലനായ യോദ്ധാവിനെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പിന്തിരിഞ്ഞു ഓടുകയാണ്. വേദവാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു, അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി എന്നാണ്. ഈ ജനം നോക്കിയത് ദൈവത്തിലേക്കല്ല, മറിച്ച് തങ്ങളുടെ പ്രശ്നത്തിലേക്കാണ്. ഈ ഗോലിയാത്തിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കാനായിട്ട് കഴിയുമെന്ന് ചിന്തിച്ച് അവർ ഭയപ്പെട്ടിട്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ 1 ശമൂവേൽ 17-48 കാണുന്നത്, പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കു നേരെ ഓടി എന്നാണ്. തൻ്റെ മുമ്പിൽ വെല്ലുവിളിച്ചു കൊണ്ടുവരുന്ന ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെടുകയല്ല ദാവീദ് ചെയ്യുന്നത്, മറിച്ച് ദാവീദ് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഫെലിസ്ത്യൻ്റെ നേരെ ഓടി അവനെ അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന കവിണയിൽ കല്ല് വെച്ച് അവൻ്റെ നെറ്റിയുടെ നേരെ എറിഞ്ഞ് അവനെ വീഴ്ത്തുകയാണ്.
പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മുമ്പിലും ഏത് പ്രതിസന്ധിയും വീഴുക തന്നെ ചെയ്യും. നമ്മുടെ മുമ്പിലുള്ള ഏത് വെല്ലുവിളികളെയും നമുക്ക് തോൽപ്പിക്കാനായി കഴിയും. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയെ കണ്ട് നമ്മൾ തകർന്നു പോകാനോ നിരാശപ്പെട്ടു പോകാനോ പാടില്ല. മറിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ, കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ശക്തിയായിരിക്കുമ്പോൾ ഭയമെല്ലാം ഓടി മറിയും. നമുക്ക് ധൈര്യം ലഭിക്കാനായിട്ടിടയായിത്തീരും. ഏത് ഗോലിയാത്തിനെയും നമുക്ക് നേരിടാനും അതിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയും നിറഞ്ഞ ദൈവമേ, ബലഹീനന് ബലം നൽകുന്ന കർത്താവേ, മുൻപിലുള്ളതിനെ മറന്നും പിൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും കർത്താവെ കൊച്ചു കൊച്ചു തിരമാലകളെ കണ്ട്, കൊച്ചു കൊച്ചു ദൈവമേ പ്രതിസന്ധികളെ കണ്ട് പിന്തിരിഞ്ഞോടുന്നവരാണ് പലപ്പോഴും ഞങ്ങൾ. എന്നാൽ ദൈവമേ, അങ്ങേലുള്ള ആശ്രയവും വിശ്വാസവും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി തരുമല്ലോ. ആ ശക്തി ഉയരത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഉയരത്തിലുള്ള സാന്നിധ്യവും ശക്തിയും ഞങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ ദിവസം അവിടുത്തെ കൃപയുണ്ടാകണമേ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, ഭയങ്ങൾ ഓടി ഒളിക്കട്ടെ, നിരാശകൾ ഓടി ഒളിക്കട്ടെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെടട്ടെ കർത്താവെ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.